നല്ലത്. ഇരിക്കി എവിടെ കൊറേ അല്ലേ കണ്ടിട്ട്. ഞാനേ പരിപാടി ഒന്നും ചെയ്യില്ല. അപ്പൊ ഒരു 3-4 ചെക്കന്മാരെ കിട്ടിക്കണേ. ഓലെ എന്നാട് കേറ്റി വിടണം വിസക്ക് അല്ലേ? വിസക്ക്. അപ്പൊ ഞാൻ നിങ്ങള് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, നമ്മളെ ചെക്കന്മാരൊക്കെ നിങ്ങൾ അയച്ചതാണല്ലോ. അതൊക്കെ ശരിയാ. ഞാന് ഇപ്പൊ എന്താന്ന് വെച്ചാല് ചെറിയ ഒരു വിഷയമുണ്ട്. അതെന്തി? ഞാനിപ്പോ ആ വിസന്റെ പരിപാടി ലേശം നിർത്തിച്ചു. അതെന്തി? അതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുന്ന് ഒരു ബാച്ച് ഒരു 10 പേപ്പർ ഉണ്ട് എന്റെ. അപ്പൊ ഈ 10 പേപ്പർ സൗദിക്കാണ്. ഇത് ഞാൻ ഇവിടുന്നായിട്ട് കയറ്റി വിട്ടു. അപ്പൊ കയറ്റുമ്പോ തന്നെ ഇവിടെ ഈ പാഹന്മാര് പറഞ്ഞിരിക്കണ് പകുതി പൈസ അവിടെ എത്തിയിട്ട് പിന്നെ പണിക്ക് കയറിയിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞത്. നമ്മളറിയുന്ന ആൾക്കാരല്ലേ. ഞാനും തന്നെ കയറ്റി വിട്ടു. കയറ്റി വിട്ട് അപ്പൊ ബാക്കിക്കാര് പറഞ്ഞു ഓല അവിടെ എത്തിയാണ്ട് പണി വയ്ക്കണെന്ന് പറഞ്ഞ് വിളിച്ചാല് പിന്നെ നമ്മൾ ബാക്കി കായ് കൊടുന്നേരും പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികൾ എന്ത് ചെയ്തു, അവിടെ ചെന്നിറങ്ങിക്കാണ്ട് നേരെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്ത് ഹലോ ഞങ്ങൾ ഇവിടെ എത്തിക്കണ ഞങ്ങൾ ജയിലിലാണ് കാരണം. ജയിലിലാന്നിട്ട് കേട്ട പാട് ബലി ഫോണാണ് കട്ടാക്കിയിട്ട് അയലക്കാര് നാട്ടുകാരൊക്കെ വിളിച്ചാണ് നേരെ ഇങ്ങോട്ട് മണ്ടി വന്നുകാണ്ട് അടിയോണ്ടടി. ഒരു സ്വൈര്യം എനിക്ക് പറയാനും നേരം കിട്ടിയില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കായ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മക്കള് ജയിലിലാണ്, നിങ്ങൾ വേറെ വർത്താനം പറയണ്ട ഒരിഞ്ഞടി. എന്നോട് പറയാൻ ഞാൻ ഇതൊക്കെ തച്ച് പൊളിച്ചാകെ നസി കുസിയായി. അപ്പൊ എന്താ സംഭവം ഉണ്ടായത്? ഈ പഹയന്മാര് എഗ്രിമെന്റ് വിസ അല്ലേ അവിടെ ചെന്നുകാണ്ട് ബൽക്ക് ജയിലിലെ വിസയാണ്, ജയിലിലാണ് പണി. അത് ശരി. ജയിലില് ക്ലീനിങ്ങും പിന്നെ ജയിലിക്ക് ഭക്ഷണം കൊണ്ടായാലും ഇങ്ങനൊക്കെ ആയിട്ട് സെക്ഷനിലാണ് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ പണി ജയിലിലാണ് എന്ന് പറഞ്ഞപ്പോ ഫോൺ കട്ടാക്കിയിട്ട് തല്ലാൻ പറഞ്ഞ മനുഷ്യൻ ഈ ഏർപ്പാട് മുന്നോട്ടുണ്ടാൻ പറ്റുമോ? അന്നത്തോട് നിർത്തിയതാണ് ഞാൻ ഈ വിസ കച്ചവടം. അതുകൊണ്ട് ഞാൻ ദിക്കറും വേണ്ട ആ പത്തിരിയും വേണ്ട. അപ്പൊ ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ടിക്കറ്റ്, പാസ്പോർട്ട്, പിന്നെ അതുപോലെ ഹജ്ജ്, ഉംറ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. അപ്പൊ നിങ്ങൾ ഈ ബാച്ച് അടുത്ത പ്രാവശ്യം നമ്മളെ ഉംറക്കാര് പോകുന്നുണ്ട്. അയക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്താ വെച്ചാലൊക്കെ ചെയ്യും. അല്ലാഞ്ഞാല് ഇപ്പൊ നടക്കൂല. ഒന്ന് വിചാരിച്ചരുത്. ആയിക്കോട്ടെ. അങ്ങനെ ആയിക്കോട്ടെ.